അതെ, നല്ല മഴയത്ത് നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ചൂടുള്ള സാധനങ്ങളൊക്കെ കുടിക്കാനും തിന്നാനൊക്കെ തോന്നും അല്ലേ? അങ്ങനെ ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ വെറുതെ ഒരു പൂതി, ഒരു പായസം കുടിച്ചാലോ എന്ന്. അപ്പോൾ ഒരുപാട് നാളായി പച്ചരി വെച്ചിട്ട് പായസം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കണം. അങ്ങനെ നമ്മളിന്ന് പച്ചരി വെച്ചിട്ട് പായസം ഉണ്ടാക്കിട്ടോ. നമുക്ക് നോക്കാം കേട്ടോ അതെങ്ങനെയാണെന്ന്. പച്ചരി കഴുകി നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തേങ്ങയുടെ 3 ടൈപ്പ് പാലെടുത്തു. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും. 3-ാം പാൽ ഒഴിച്ചിട്ട് പച്ചരി നന്നായിട്ട് വേവിച്ചിട്ടോ. അത് നന്നായിട്ട് അരി വെന്തതിന് ശേഷം നമ്മൾ ശർക്കരപ്പാനി നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളത് വീണ്ടും നന്നായിട്ട് ഇളക്കി നല്ലൊരു കുറുക്കിയ പരുവത്തിലാക്കിയിട്ടോ. എന്നിട്ട് ശേഷം നമ്മൾ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ, ഒരു പച്ചപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ 2-ാം പാൽ ഒഴിച്ച് വീണ്ടും തിളപ്പിച്ചു. അത് നന്നായിട്ട് തിളപ്പിച്ച് അതിന് ശേഷം നന്നായിട്ട് കുറുകി വരുന്ന ടൈമിൽ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അത് കുറുകി വന്നതിന് ശേഷം നമ്മൾ 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു. പിന്നെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ.